ശരി, തുടങ്ങി. നമുക്ക് നോക്കാം, നമുക്ക് പരിശോധിക്കാം. പക്ഷെ ഈ പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ മഴയും പെയ്തില്ലേ? നോക്കാം, നമുക്ക് പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഴയും പെയ്തില്ലേ? കരാർ കമ്പനിയുടെ അടുത്ത് മണ്ണ് നീക്കം ചെയ്യണമെന്ന് വി ഡി സതീശൻ എന്ന് പറയുന്ന ഇന്നത്തെ ചിരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞുവെന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ചിരിക്കുന്ന മുഖ്യമന്ത്രി ചെറുപുഞ്ചിരിയോടുകൂടി പറയുകയാണ്, നമ്മൾ പറഞ്ഞിട്ട് അവർ കേട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. എൻ്റെ സംശയം നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ വി ഡി സതീശനാണോ ഇന്നത്തെ മുഖ്യമന്ത്രി, അതോ പിണറായി വിജയൻ തന്നെയാണോ ഇന്നത്തെ മുഖ്യമന്ത്രി എന്നാണ് എൻ്റെയും സംശയം. കാരണം ആ ദുരന്തമുഖത്തേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു സഖാവ് ഓടിയെത്തുന്നു, അവിടേക്ക് വി ഡി സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യനും ചെല്ലുന്നു. പക്ഷെ ജനങ്ങൾക്കെല്ലാം കൂടുതൽ സ്നേഹം പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ അടുത്താണ്. അദ്ദേഹം അവിടെ പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ പോയ സമയത്ത് വയനാട് ടൗൺഷിപ്പിലുള്ള സൈന എന്ന് പറയുന്ന 3 മക്കളെ ഒറ്റ രാത്രി ഒന്ന് പുലരുമ്പോഴത്തേക്കും നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ അമ്മയും ആ ഒരു ഗൃഹനാഥനും ഒക്കെ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്. മുൻപൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വലിയ ദുരന്തത്തിന് പിന്നാലെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അശാസ്ത്രീയമായിട്ട് പിണറായി വിജയൻ പണി കഴിപ്പിച്ച ഒരു തുരങ്ക നിർമ്മാണ പദ്ധതിയാണ് ഈ നമ്മൾ ഈ കണ്ട കള്ളാടിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം നടന്ന സ്ഥലത്തുള്ളത്. അതുമൂലമുണ്ടായ ദുരന്തമാണെന്നാണ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ ഇന്ന് വന്നിരുന്ന് മെഴുകുന്നത്. നമുക്കറിയാം, ഈ ഒരു വലിയ ദുരന്തം കഴിഞ്ഞ ദിവസം ഉണ്ടായ സമയത്ത് ആ ദുരന്തമുഖത്തേക്ക് സന്ദർശിച്ച ടി സിദ്ദിഖ് എന്ന് പറയുന്നൊരു മന്ത്രി, അദ്ദേഹം പറഞ്ഞത് ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു അപകടമാണെന്നാണ്. ഇത് തീർത്തും മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു അപകടമാണ്, ഒരിക്കലും ഒരു പരിസ്ഥിതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു അപകടമല്ല. അതുകൊണ്ട് തന്നെയും ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നാണ്. എന്നാൽ അതിനെ ആ ഒരു പറഞ്ഞത്, അതായത് മന്ത്രി പറഞ്ഞത് തെറ്റാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂക്കി CM രംഗത്തേക്ക് വരികയും ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത് ശരിക്കും മനുഷ്യനിർമ്മിതമാണെന്ന് അവർക്ക് പറഞ്ഞത് അല്ല, അവർ പറഞ്ഞത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണെന്നാണ്. ഞാൻ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അല്ലല്ല, അത് ഞാൻ പറഞ്ഞില്ല, അന്വേഷണം നടക്കാം. ആ അന്വേഷണം പ്രഖ്യാപിച്ച മന്ത്രിസഭയിൽ അധ്യക്ഷ വഹിച്ച ആളാണ് ഞാനിപ്പോ കരാറുകാരാണോ അല്ലെങ്കിൽ തുരങ്കപാതയാണോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. എനിക്ക് പറയാൻ പാടില്ല. അത് തീർച്ചയായിട്ടും സാങ്കേതികവും നിയമപരവുമായിട്ടുള്ള അന്വേഷണം നടത്തി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. തീരുമാനം വരട്ടെ. അത് നാളെ രാവിലെ തന്നെ അത് അതല്ല, അത് നമുക്ക് അല്ലല്ല, ഞാൻ പറഞ്ഞിട്ട് അത് ഇപ്പോ അവര് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള 2 മന്ത്രിമാരെയാണ് നമ്മൾ അവിടെ അയച്ചത്. അവര് അവിടെ ചെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവര് മാധ്യമപ്രവർത്തകരോട് പറയും, നിങ്ങളത് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി പിന്നീട് പിറ്റേ ദിവസം അങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. അവര് പ്രാഥമിക വിവരം, ഞാൻ ഇന്നലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഓഫീസിൽ പറഞ്ഞ കാര്യം പ്രാഥമികമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനു മുമ്പ് എൻ്റെ പൊന്ന് പൂക്കി മുക്കിയ നിങ്ങളടക്കമുള്ള ആളുകളല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തമാണ്, ഞങ്ങൾ മണ്ണ് മാറ്റാൻ പറഞ്ഞവർ കേട്ടില്ല എന്നുള്ളത്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ പിടിപ്പുകേട് അല്ലെ രാഷ്ട്രീയ ഷണ്ടത്വം എന്ന് പറയുന്നൊരു സാധനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ആളുകൾക്ക് ഇത് അറിയാമെന്നേ. ഇതറിയാത്ത ആളുകളെ ഞങ്ങളിത് പറഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങളിത് എടുത്ത് കാണിക്കുകയും ചെയ്യും. കാരണം പിണറായി വിജയൻ ഇവിടെ ഭരിക്കുന്ന സമയത്ത് അയാൾ ചെയ്യുന്ന എല്ലാം തെറ്റാണ്, അയാൾ ചെയ്യുന്ന എല്ലാ അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാ തോരാതെ വലതുപക്ഷ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് കളിച്ച കളികളൊക്കെ ഉണ്ട്. ആ നെറുകെട്ട കളികൾക്കെല്ലാം കിട്ടുന്നൊരു മറുപടി തന്നെയാണിതെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. എരണം കെട്ടവൻ ഭരിച്ചാൽ നാട് മുടിയുമെന്ന് കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യം തന്നെ എനിക്കിവിടെ പറയാനുള്ളത്. എരണം കെട്ടവൻ എന്ന അധികാരത്തിൽ കയറിയോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ നാട്ടിലെ പ്രശ്നങ്ങൾ. കാരണഭൂതനാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ ഇരിക്കുമ്പോഴാണ് പ്രളയം, ഓഖി, ചുഴലിക്കാറ്റ്, മറ്റുള്ള പല ബന്ധങ്ങൾ, പല അനുബന്ധ വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ മെഴുകിയ ആളുകൾക്ക് ഇന്നെന്താണ് പറയാനുള്ളതെന്നാണ് ഞാൻ ഈ ചിന്തിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ സഖാവ് അശാസ്ത്രീയമായിട്ട് പണി കഴിപ്പിച്ച തുരങ്കപാതയിലുണ്ടായൊരു ദുരന്തം, അതാണ് നമ്മൾ ഈ കാണുന്നതെന്നാണ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ വി ഡി സതീശനും സതീശനാദികൾക്കും ചിരിച്ചുകൊണ്ട് മെഴുകുന്ന പൂക്കികൾക്കും ഒരു മറുപടിയുമായിട്ട് ഇരട്ടച്ചെങ്ങനായിട്ടുള്ള പിണറായി വിജയൻ സഖാവ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ വീഴ്ച മറക്കാൻ വേണ്ടി, അത് മറച്ചു വെക്കാൻ വേണ്ടി ലഭിച്ച പാരിസ്ഥിതിക അനുമതിയെ വിവാദത്തിലാക്കാനുള്ള
ശ്രമം ബോധപൂർവം നടത്തുകയാണ്. പാരിസ്ഥിതിക അനുമതി ലഭ്യമായത് ഏതെങ്കിലും തരത്തിൽ സൂത്രപ്പണിയിലൂടെ ലഭ്യമായതല്ല. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് പാരിസ്ഥിതിക അനുമതി ലഭ്യമായത്. 2022 ഇത് സംബന്ധിച്ച പാരിസ്ഥിതികാഘാത പഠനം നടന്നത്. സുതാര്യമായി നടന്ന പഠനമാണ്. ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ മെഴുകിക്കൊണ്ടുവരുന്ന ന്യായീകരണ തൊഴിലാളികൾ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തന്നത്. അതായത് അവിടെ നടന്നൊരു പഠനം, കൃത്യമായിട്ടുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചത്. അതിൽ ആരുടെയും കാല് നക്കിയോ അല്ലെങ്കിൽ സൂത്രപ്പണി ചെയ്തോ ഒന്നുമല്ല ഞങ്ങൾ ഈ പരിപാടിക്ക് മുന്നിലേക്ക് നിന്നതെന്നാണ് ആ ഒരു നമ്മുടെ മുൻ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മനുഷ്യൻ പറയുന്നത്. ഇന്ന് വയനാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ കാണാനിടയുണ്ടായി. ഈ ഒരു ദുരന്തമുണ്ടായ ദുരന്ത മേഖലയിലുള്ള ജനങ്ങൾ, അവരുടെ പ്രതികരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ്. ഏറെ തോന്നിവാസമാണ് ഇവർ കാണിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല, ഇവിടുത്തെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടികളാണ്, തോന്നിവാസങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ കുറച്ചുപേർ പ്രതികരിക്കുന്നുണ്ട്. ഞാനൊരു വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചു തരാം. പൈസ കൊണ്ട് പോവാ, അവിടെ തടഞ്ഞു നിർത്തിയില്ല. ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് വിട്ടുകൊടുക്കാം. മുഖ്യമന്ത്രി വി.ഡി. സതീശന് വേണ്ടി ജനങ്ങളെ വഴിയിൽ തടഞ്ഞ പോലീസ്. മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിൽ വാഹനങ്ങളെയും വഴിയാത്രക്കാരെയും തടഞ്ഞു നിർത്തിയാണ് പോലീസിന്റെ ഗതാഗത ക്രമീകരണം. വഴിയിൽ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോ കാത്ത് എന്റെ വണ്ടിയായിട്ട് ഞാൻ കിടക്കുകയാണെങ്കിൽ ഇതാണ് ജയിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇവർ ഈ ഇലക്ഷൻ പ്രചാരണ വേളയിൽ പറഞ്ഞത്, ഞാൻ പോകുമ്പോൾ ആരെയും തടഞ്ഞു നിർത്താൻ പാടില്ല. ഒരു ഓപ്പറേഷന് പോകുന്ന ഒരു ഓപ്പറേഷന് പണവുമായിട്ട് പോകുന്നൊരു മെമ്പറെ തടഞ്ഞു നിർത്തിയതാണ് സതീശൻ്റെ പോലീസ്. നമുക്ക് ജനങ്ങളുടെ പ്രതികരണം ബാക്കി കേട്ടു പോകാം. 100% ശുദ്ധ തെമ്മാടിത്തരാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത്. ഈ കല്ലാടി ചൂരൽമല പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പാരസെറ്റമോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് മേപ്പാടി വരണം. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ മേപ്പാടി വരണം. എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ മേപ്പാടിയിലേക്ക് വരണം. അപ്പൊ ആ മേപ്പാടിയിലേക്കുള്ള ആക്സസ് ആണ് അവർ മീനാക്ഷിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് മേപ്പാടിക്കാർക്ക് അങ്ങോട്ടേക്കോ അല്ലെങ്കിൽ മേപ്പാടി വന്നിട്ട് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല, അവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല. അതാണ് നിലവിലുള്ള സാഹചര്യം. ഈ വിഷയം കഴിഞ്ഞ മീറ്റിങ്ങിനകത്ത് ഞങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചതാണ്. ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചുകൊണ്ട് നിങ്ങൾ പോലീസിനെ അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിക്കോ, ആധാർ കാർഡ്, അവിടുത്തെ അഡ്രസ് ആണെങ്കിൽ നിങ്ങൾ അവരെ അങ്ങോട്ടേക്ക് വിടാനും അവിടുത്തെ മേപ്പാടിയിലേക്ക് വന്ന് തിരിച്ചു പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് മന്ത്രിമാരുൾപ്പെടെയുള്ള യോഗത്തിൽ ഞങ്ങൾ അറിയിച്ചതാണ്. പക്ഷേ അതിനൊരു തീരുമാനമായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അത് പരിഹരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കണ്ടില്ലേ, അവിടെ ഒരു ക്രമീകരണങ്ങൾ വേണ്ട രീതിയിൽ നടത്തുന്നില്ല. അവിടെയുള്ള ആളുകൾക്കൊരു മരുന്ന് മേടിക്കണം എന്നുണ്ടെങ്കിലും അവർക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതെല്ലാം ഞങ്ങളുടെ പുതിയ സർക്കാർ വന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ സർക്കാർ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചോ, നിങ്ങൾ ഈ കാണിച്ച നെറികേടിന് കിട്ടിയൊരു മറുപടി അല്ലേ എന്ന് പല ആളുകളും പറയുന്നുണ്ട്. ഞാനത് പറയുന്നില്ല. കാരണം സത്യം അത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നമ്മളത് പറയാൻ പാടില്ല. കാരണം അത് അവിടെയുള്ള ആളുകൾ അത്രമാത്രം വിഷമത്തിലാണ്. ഒന്നിനു പുറകെ ഓരോന്നായിട്ട് ഇങ്ങനെ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് വീട്ടമ്മമാരുടെ പ്രതികരണങ്ങളൊക്കെ ഞാൻ കാണാനിടയുണ്ടായി. എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഒന്ന് അങ്ങോട്ട് വിട്ട് മാറുന്നതിന് മുൻപ്, ഒന്നിൻ്റെ വേദന അങ്ങോട്ട് വിട്ട് മാറുന്നതിന് മുൻപ് ഞങ്ങളെ അടുത്ത വേദന, ഇങ്ങനെ തീരാ വേദന ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെല്ലാവരും രംഗത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇനിയെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് മുന്നറിയിപ്പ് തരാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കണം എന്നാണ് അധികൃതരോട് പറയാനുള്ളത്. ചൂരൽമല അവശേഷിക്കുന്നവരുടെ കാര്യം വളരെ പരിതാപകരമാണ്. 1, 2, 3 ആയല്ലോ ഞങ്ങൾ. ആ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. കുത്തുമഴ ഉണ്ടാകുമ്പോഴുണ്ട്. ചൂരൽമലയാണ് വീട്. രാവിലെ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. രാവിലെ സ്കൂളിലേക്ക് മക്കളെ വിടുമ്പോൾ മഴയുണ്ടായിരുന്നു, പക്ഷെ റെഡ് അലർട്ട് ആയിരുന്നില്ലല്ലോ. 2 ദിവസമായിട്ട് ചൂരൽമല നല്ല മഴയുണ്ട്, പക്ഷെ ഒരു മുന്നറിയിപ്പും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 2 ദിവസം നല്ല പേടിയോടെ തന്നെയാണ് അവിടെ താമസിച്ചതുള്ളത്. അതുപോലെ എല്ലാ വർഷവും ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് ലൈഫിൽ മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പൊ അവിടെ ചൂരൽമല അവശേഷിക്കുന്നവരുടെ കാര്യം വളരെ പരിതാപകരമാണ്. 1, 2, 3 ആയല്ലോ ഞങ്ങൾ. ആ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. കുത്തുമഴ ഉണ്ടാകുമ്പോഴുണ്ട്. ചൂരൽമല
ഉണ്ടാകുന്ന അപകടങ്ങളാണ്. പോവാൻ പറ്റുമോന്നെ എന്താ അവസ്ഥ എന്നറിയില്ല. ഇപ്പൊ ഇങ്ങനെ ആയിട്ട് എന്താ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. 5 കിലോമീറ്റർ ഉണ്ടോ? കിലോമീറ്റർ നടക്കണം. ഇവര് വേപ്പളി എടുക്കുന്ന അവസ്ഥയായിരുന്നു ഈ സ്കൂളില്. കഴിഞ്ഞ് വന്നല്ലേ ഈ മണ്ണിന്റെ മേലെ കൂടെ പോകണം. ഇപ്പൊ ചോദിച്ച് നീന്തി പോണ്ടേ? കണ്ടില്ലേ, ആ ജനങ്ങളെ ഒന്നിനു പുറകെ ഓരോന്നായിട്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പിണറായി വിജയനാണ് ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകാനാണ് നിന്റെയൊക്കെ ശ്രമമെങ്കിൽ, എടാ മക്കളെ, അവിടെ വേണ്ട രീതിയിൽ അറിയിപ്പ് കൊടുക്കാത്തത് കൊണ്ട് ഉണ്ടായ ഒരു ദുരന്തം തന്നെയാണ് ഇതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. നിങ്ങളൊരു റെഡ് അലേർട്ട് കൊടുക്കാതെ യെല്ലോ അലേർട്ടും കൊടുത്തിട്ട് ചെറിയൊരു മഴ പെയ്തപ്പോൾ എങ്ങനെയാണ് അത്രയും മണ്ണും കൂടി ഇങ്ങനെ താഴേക്ക് വന്നതെന്ന് ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ലേശമെങ്കിലും ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം ഒന്ന് തൊട്ട് തീണ്ടിയിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ഈ വർത്തമാനം പറയില്ല. നിങ്ങളൊരു മുഖ്യമന്ത്രിയും നിങ്ങൾ ഈ കേരളം ഭരിക്കുന്ന ആളുകളുമാണ്. നിങ്ങളാണ് ഈ കേരളത്തിലെ ഭരിക്കുന്ന ഭരണപക്ഷം. അതൊന്ന് നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ച വീഡിയോയിൽ മണ്ണ് മാറ്റിയില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നൈസായിട്ട് കളിയാക്കി പോകുന്നൊരു കാഴ്ചയുണ്ട്. ഇത് ആരെയാണ് കളിയാക്കുന്നത്? വോട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങളെയാണ് നിങ്ങൾ കളിയാക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്തിരുന്നൊരു പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന് കയറിയിട്ട്, മറ്റുള്ള പല തട്ടിപ്പുകളിൽ കൂടിയും അധികാരത്തിൽ വന്ന് കയറിയിട്ട് നിങ്ങൾ ആരെയാണ് കരിവാരിത്തേക്കാനായിട്ട് ശ്രമിക്കുന്നത്? നിങ്ങളിങ്ങനെ ചെയ്യുന്നതിൽ കൂടി എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം? നിങ്ങൾക്ക് അടുത്ത ഇലക്ഷനിൽ വിജയിക്കാൻ പറ്റും, കാരണം അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ PR ടീം നല്ലപോലെ പണിയെടുക്കുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവരും ജനങ്ങളാണ്, മനുഷ്യരാണ്. അവരുടെ ശരീരത്തിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ചോര തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വില കൽപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ചെയ്തു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ചെയ്തു കൊടുത്തിട്ട് സംസാരിക്കുക. അല്ലാതെ വെറുതെ വന്നിങ്ങനെ വായത്താളം വിടുന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ തന്നെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. വി.ഡി. സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ആ കസേരയിൽ വെറുതെ ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരവസ്ഥയൊക്കെയാണല്ലോ. ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ടി വരുന്നൊരു കാഴ്ച, അല്ലെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെയധികം പരിതാപകരമാണ്.